ഹേ ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. ഏത് ദിവസം? മൃദുലയുടെ ഹെയർ മേക്ക് ഓവർ ഡേ സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് ഈ ചകിരിച്ചോറ് ഇന്ന് ഏത് കോലാവും അറിയത്തില്ല. ആ ചകിരിച്ചോറിന് ആൾക്കാർ പറയണം നിന്റെ മുടിക്ക്. അപ്പൊ എന്തായാലും എത്ര നാളത്തേക്ക് ശേഷം മൃദുലെ നവംബറിൽ ചെയ്തതാ. ഫൈനലി നമ്മൾ നവംബറിൽ ചെയ്തതാണ്. അപ്പം എന്തായാലും ഇന്ന് മൃദുലയ്ക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ആണ്. ഇന്നത്തെ സത്യം പറഞ്ഞ ഇന്നത്തെ അവസ്ഥ ഏറ്റവും കൂടുതൽ പരിതാപകരമായി അനുഭവിക്കാൻ പോകുന്നത് ഞാനും അമ്മയായിരിക്കും. കാരണം ഇവള് നാല് മണിക്കൂർ 4-5 മണിക്കൂർ അവർക്ക് ഹെയർ ട്രീറ്റ്മെന്റിന് വേണ്ടി വരും. അതുവരെ അമ്മൂട്ടന്റെ നിർബന്ധവും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേടാ. ഇരിക്കോ അമ്പുവേ? ഇങ്ങോട്ട് നോക്ക്. രാവിലെ മൂട് മാറി ഇരിക്കുക. ഇന്ന് എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എല്ലാത്തിനും രാവിലെ അവൻ കൊറേ നേരം നമ്മുടെ കൂടെ കിടന്ന് കാര്യം പറയും. അത് രാവിലെ ഉണർന്നാലും നമ്മളെ ശല്യം ചെയ്യില്ല, കരയത്തില്ല. സത്യമായിട്ട് 6 മണി 7 മണി ആ സമയം അവൻ എണീറ്റിട്ട് 3-4 മണിക്കൂർ കണ്ണും തുറന്ന് സ്വന്തമായി കളിച്ചോണ്ടിരിക്കും. ആരാടാ നിന്നെ കളിപ്പിക്കുന്നത്? നീ സ്വന്തമായിട്ട് കളിപ്പിക്കല്ലോ. അതെനിക്ക് പകല് ഫുൾ അങ്ങ് സ്വന്തമായിട്ട് കളിച്ചിരുന്നൂടെ? ഗൈസ് നമുക്ക് പോവാം. അമ്മയ്ക്ക് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുന്നു? അമ്മ മേക്കപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്ന പറയണം. പറ. വയസ്സാങ്കാലത്ത് ചുരിദാർ ഇട്ടു. അപ്പൊ ഊരി ഇട്ടിട്ട് സാരി എടുത്തിട്ട് കേട്ടോ. അല്ല അങ്ങനെ വേണ്ട. ഞാൻ സ്കോർ ചെയ്ത്. ഇതെന്ത് കവറിലെന്തുവാ? അവന്റെ പമ്പിങ് വേണ്ടി വരും. എടുത്തതാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാം. ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ആര് പറഞ്ഞു? ഏട്ടന് ഡേഷ്യലുണ്ട്. നിർബന്ധിക്കുകയാണെങ്കിൽ രണ്ടുപേരും അപ്പുറം താല്പര്യമില്ല. നമ്മുടെ നമ്മ ജന്മനാ ഭയങ്കര ബ്രൂട്ടിയില്ലേ അമ്പൂടാ? ഇല്ല അമ്പൂടാ ഇങ്ങോട്ട് നോക്ക്. പിന്നെ ഗൈസ് വീട്ടില് നമ്മുടെ ദുബായ് കർട്ടൻസ് നമ്മൾ ചെയ്ത ചേട്ടന്മാരുണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്ക് തന്നെ കൊതുകിന്റെ നെറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കാരണം വൈകിട്ട് ഇവിടെയൊക്കെ ഭയങ്കര കൊതുകും അതുപോലെ തന്നെ അറിയാലേ ചെറിയ ചെറിയ പ്രാണികളെല്ലാം കയറും. നമ്മൾ തമാശയ്ക്ക് പറയല്ലോ നമ്മൾ വീട്ടിൽ ഒരു ഈച്ച പോലും കയറത്തില്ലെന്ന്. സത്യം കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു ഈച്ച പോലും കയറത്തില്ല. കാരണം ഇത് നമ്മൾ അടുക്കള സൈഡിൽ ഇട്ടായിരുന്നു, ഈ സൈഡിലും ഇട്ടായിരുന്നില്ലേ വെറുതെ. നല്ല യൂസ്ഫുൾ അല്ലേ? അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾ ആരും വീട്ടിൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഈ നമ്മൾ ഈ കതവിന്റെ അതേ ആ ഒരു വുഡിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പ്ലാവാണ്. അപ്പം ആ ഒരു വുഡിന്റെ അതേ കളറിൽ തന്നെ അവരെ കൊണ്ട് ചെയ്തു തന്നെ കേട്ടോ. ഭയങ്കര ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ബ്രൗൺ ആണ്. അപ്പൊ എന്തായാലും അവര് വന്നൊരു 20 മിനിറ്റ് എടുത്തോളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ കട്ടളയിൽ തന്നെ വന്ന് സ്ക്രൂ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വൃത്തികേടായിരിക്കും ഫ്രണ്ടിലൊക്കെ. പക്ഷേ നൈസാട്ടോ. ഒരു പ്രാണിയോ ഒരു കൊതുകോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിൽ കയറി വരത്തില്ല. അതുപോലെ കുഞ്ഞൊന്നാ തൊട്ടിൽ കിടക്കുന്നേ, അവിടെ നമുക്ക് ധൈര്യമായിട്ട് കതവ് തുറന്നിടാം. അപ്പൊ നല്ല വായുസഞ്ചാരവും കിട്ടും. ഞാൻ സന്ധ്യയായാലും വിളക്ക് എത്തിച്ചാലും കഥ അടച്ചിടുമായിരുന്നു കൊതുക് കാരണം. ഇപ്പം ഈ നെറ്റ് കിട്ടാതെ അപ്പം അതെന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പം എവിടെയെങ്കിലും പോകുന്നെങ്കിൽ കതവ് അടച്ചിട്ട് ഇതും ഇങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പം വീട്ടിൽ ആരെങ്കിലും ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അടുക്കളയിലെ കതവിന് നമ്മൾ ഈ ഒരു കളറാട്ടോ. അപ്പോൾ അതേ കളറിൽ തന്നെ അവർ അടുക്കളയിലെ സ്ഥലത്തും കൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവിടെ എന്ത് കളിയാണോ? അവിടെ ഉമ്മയമ്മടുത്ത് കളി കാര്യം പറയുന്നത്. നല്ല മൂടാണെങ്കിൽ അവ എല്ലാവരുടെ അടുത്തും നല്ല ചിരിച്ച് കളിച്ചു. ഇന്നലെ എന്റെ കൈ ഇരുന്ന ഞാൻ ഉറങ്ങിയവനെ. ഞാൻ ഉറങ്ങുവാനും മുഖത്തേ നോക്കും. ഭയങ്കര രസമാണ് കാണാൻ. അലർച്ചയോ? നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന 12 മണിക്കാണ് സുഹൃത്തുക്കളെ. ബ്രഞ്ച്. ഇപ്പൊ എന്നും ബ്രഞ്ചാണ് ചില ദിവസങ്ങളിൽ. വിരള് കൂച്ചോ വിരള്. നമ്മള് പാരങ്ങളിലെ അമ്മയ്ക്ക് ബിരിയാണി, അമ്മ പാരകളിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. നമ്മള് പൊറോട്ടയും ഫിഷ് മോളി. അല്ല, അയലയും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ. ഈ ഹോട്ടലിൽ ഒരു ലൈറ്റ് കുറവില്ലേ? ചിലപ്പം ചിലവർക്ക് അങ്ങനെ ഇഷ്ടം. പിന്നെ പന്തം കത്തിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമോ മൃദുലേ? എന്തോ മൃദുലേ നോൺസെൻസ് പറയുന്നത്. ആണോ? പുറത്തൂടെ ജെട്ടിയിട ആരടാ നീ? പുറത്തൂടെ ജെട്ടിയിട നീ ഒരു സൂപ്പർമാൻ കേട്ടോ. കൊള്ളാമോടാ? കൈ നിന്നെ അറിയൂ നീ. ഓടാ അവിടുന്ന്. എന്തോ നമ്മൾ മീൻകറി എന്ന് വിചാരിച്ചപ്പോ ഞാൻ തേങ്ങ അരച്ച കറിയെന്ന് വിചാരിച്ചു. പൊറോട്ടയോട് അത്ര കോമ്പയല്ല. കറി കൊള്ളാം.
ഇത് അവരുടെ VIP റൂമാണ് കേട്ടോ. VIP റൂമിൽ അപ്പിയിട്ടടാ നീ. VIP റൂമിൽ അപ്പിയിട്ട് നമ്മളിവിടെ വന്നിട്ട് 1 മണിക്കൂറായി. ഇപ്പൊ ഉറങ്ങുന്നില്ല. രാത്രി 12 മണിയാകുമ്പോൾ പോവാൻ. ഇതാണ് ഹൈഡ്രാ ഫേഷ്യൽ എക്യുപ്മെന്റ്സ്. ഇവിടുന്ന് മിനി ഫ്രിഡ്ജോ എന്തുണ്ട്? മിറണ്ട മിനി ഫ്രിഡ്ജ് അല്ലേ? കൈയൊക്കെ സൂക്ഷിച്ച് മുടിക്കട ഇട്ടോ ഏട്ടാ. തല നനച്ചൂടാ? ഓ, ഇത് എവിടെയോ വായിച്ചു. അതിൽ പിന്നെ ഒരാഴ്ചക്കോ തല നനയ്ക്കുന്നേ. ചേട്ടന്റെ തൈര് കടയുന്ന പോലെ. നിന്റെ മുടി തോ അതിനിടയ്ക്ക് കയറി. ചേട്ടൻ നാം കാ ഹേ? ശനി. അയ്യോ ഡ്രിമ്മാ. ഞാൻ ഡ്രിമ്മിക്കോളാം. മൃദുല ഇത്രയും ലുക്കാവുമ്പോ ഞാൻ എന്റെ കൂടെ പിടിക്കണ്ടേ? മൃദുലയുടെ അത്രയൊന്നും എത്തൂല. നമ്മൾ ട്രൈ ചെയ്യാം. നമുക്കിനി പൊക്കിയും താക്കിയും കളിക്കാം. ബ്രോയുടെ മുടി കൊള്ളാല്. നൈസ് ഹെയർ ബ്രോ. എൻ്റെ മുടിയൊക്കെ എത്ര GP വെച്ചാൽ ഏണാ കോണാ കിടക്കും. ബ്രോ യുവർ ഹെയർ സ്റ്റൈൽ സൂപ്പർ. എങ്ങനെ ആക്കി? എന്നെ അങ്ങനെ ആക്കാൻ പറ്റുമോ? ആക്കി തരാൻ പറ. അടച്ചു വെച്ചില്ലെങ്കിൽ വായിക്കകം വെളുക്കും. ഇപ്പൊ ആരുടെ മേക്ക് ഓവറിന് വന്ന് ഇതിപ്പോ ആരെ മേക്ക് ഓവർ ആയതിൽ അങ്ങോട്ട് നോക്ക്. എന്താ ഗ്ലാസ്സാ തിളങ്ങ? കൊണിയൻ ക്രീം വെച്ച ചേച്ചി പുതിയ കൊണിയൻ ക്രീം വെച്ചു തിളങ്ങി. കൊള്ളാം, സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ ഇളക്കുന്നു റാപ്പിളക്കി കുറച്ച് മുട്ടക്കോസും ഇച്ചിരി ഇതോടെ ഷവർമ അടിയണ്ണ. ഞാൻ കിലുക്ക് കാട്ടിക്കൊണ്ടിരിക്കുക. ഇല്ലേ അമ്മച്ചിയുടെ എന്തുകളെ? അമ്മച്ചി മുടി അവിടെ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക അല്ലേ? ഉച്ചയ്ക്ക് വന്നതാ, ഒരു 11 മണിയാവും വന്നതാ. ഇപ്പൊ സമയം 6 മണിയും കഴിഞ്ഞു. എന്തുകൊണ്ട് സംസാരിക്കും? എന്തൊക്കെയാ സംസാരിക്കും നിങ്ങളുടെ പറ. എന്നിട്ട് അമ്മച്ചി മുടി അവിടെ ചെയ്തോണ്ടിരിക്കുക. പാല് തന്നില്ലേ? തന്നില്ല. നിങ്ങളുടെ അടുത്താണ് പരാതി പറയണം കേട്ടാ. നമുക്ക് അടിക്കണേ അമ്മച്ചി അടിക്കണേ കേട്ടാ. അടിക്കണ്ടേ നമുക്ക് അമ്മച്ചിയെ? നിന്നെ എത്ര നേരം ഇവിടെ കിടത്തിട്ട് പോയിരിക്കുന്നു? അമ്മച്ചി അടിക്കണ്ടേ? വേണ്ടെന്ന് നീ കാള് കൊള്ളാലടാ നീ. വേണ്ട എന്നാ പോട്ടെ, നമുക്ക് വിട്ടേക്കാമേ. ചുമ്മാ ഇരിക്കാതെ വാരിയിടമ്മ. നമുക്ക് സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാം. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു റൂം തന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ AC ഉണ്ട്, ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, ക്രീമൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് സെൽഫ് ഫേഷ്യൽ. അങ്ങനെ മൃദുല വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ വീഡിയോ എടുക്കുക. അങ്ങനെ പരാതിയായിരുന്നു, എന്റെ മുടി ശരിയായില്ലേ. ഈ സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സലൂണില് ആ വെട്ടത്തിലൊക്കെ കാണുമ്പോൾ നമ്മളെ ചുണ്ട ഭയങ്കര ചുമന്ന് ഭയങ്കര ഒരു ഗ്ലോ അങ്ങ് പോയി. വെളിയിൽ ഇറങ്ങുമ്പോ പോയി. അതങ്ങനെ മുടി വെട്ടുമ്പോ അവര് സെറ്റ് ചെയ്ത് തരുമ്പോ നല്ലോണം ഇരിക്കും. നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർന്ന്. അപ്പൊ ഗൈസ്, അപ്പൊ കാണണ്ടേ മൃദുലയുടെ കോലം കാണണ്ടേ? യോ ഭയങ്കര കോമഡിയാ. ഗോ. കിടിലായിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷെ അവര് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെന്റെ ഫേസിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. പെട്ടെന്ന് കാണുന്നുണ്ട്. അത് മാറും. അതുപോലെ ഇപ്പൊ അവർ ചെയ്തതുകൊണ്ട് ഇതുപോലെ ഒട്ടി കിടക്കത്തില്ല മുടി. ഇച്ചിരി ഒന്ന് ബുഫിയാവും. ബുഫിയാ? ജസ്റ്റ് ഒന്ന് ഇച്ചിരി പൊങ്ങും.
കൊള്ളാല്ലേ ഗൈസ്? എനിക്ക് ഒരു പുതുമ ഫീല് കണ്ണാടി നോക്കുമ്പോ. ഒരു പുതുമ, എല്ലാത്തിലും ഒരു എന്തോ ഒരു ചേഞ്ച് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അല്ല നല്ല ചെയ്തിട്ടുണ്ട്. ഇത് എത്ര മണിക്കൂറത്തേതാണെന്നറിയാമോ ഗൈസ്? രാവിലെ പോയതാണ് എന്റെ പൊന്നു ഗൈസ്. രാവിലെ അല്ല, ഉച്ചക്ക് എത്ര മണിക്കൂറായി? ഇപ്രാവശ്യം അവൻ വലിയ നിർബന്ധമൊന്നും കാണിച്ചില്ല. വലിയ നമ്മൾ വിചാരിച്ച പാടുപെടുമെന്ന്, ബുദ്ധിമുട്ട് വന്നില്ല. വലിയ പ്രശ്നമില്ല. അനുവാദമില്ല. കറക്റ്റ് വെളി ഇറങ്ങി ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അവര് വന്ന് നമ്മളെ കൂട്ടത്തിൽ ഫസ്റ്റ് കാറുള്ള ബില്ലായിരുന്നു കോളേജില്. ആദ്യമായിട്ട് കാറുള്ള ബില്ലായിരുന്നു അന്ന്. ഇല്ല കോളേജ് അളിയനായിരുന്നു നമുക്ക് കാറുള്ള കൂട്ടത്തിൽ. അയ്യോ ഒരേ കളറാ. രണ്ടിലും ഒരേ കളർ ആവണ്ടായിരുന്ന. വിരുന്ന കഴിഞ്ഞ ഞങ്ങളാ. അയ്യോ എനിക്ക് വയ്യ. വെൽക്കം ടു അവർ ഹോം, സ്വീറ്റ് ഹോം. വരൂ. ഇത് മൊസ്കിറ്റോ നെറ്റ്. ഇവ എന്ന് വന്ന് തൊട്ടിലി കാട്ടുകൂടി. നിനക്ക് ട്രോള് കിട്ടിയ മതിയായില്ലേ? കുഞ്ഞാ തോട്ട അവിടെ കിടക്കൂടാ. കണ്ണോന്ന് നടക്കണോ? അയ്യോ എടി ഉണന്ന് കിടക്കൂടി കൂടുതലേ. അമ്പുവേ മാമ വന്ന്. അങ്കിൾ ക്യാമറയിലാ നോക്കുന്നത്. ഞാൻ വെച്ച സ്പെഷ്യൽ ബിരിയാണി. കൂട്ടുകാരനൊരു ഷെഫായി മാറി തന്നല്ലോ. കാറ്ററിംഗ്, ലൈറ്റ് വർക്ക്, കണ്ടല്ലേ അങ്കിള് ബിരിയാണി നിന്ന്. നീ വീണ്ടും വന്നോ? എന്റെ കൊച്ചിന് നിന്റെ കൊച്ചിനെ കൂടെ അടിപ്പിക്കൂടെ ഞാൻ? അറിയിച്ച അവനെ വലുതാവട്ടെ. അമ്പുവേ തലവൊക്കെ ഇരിക്കണ. ഞാൻ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ. അപ്പൊ ഫുള്ളോട് ഇങ്ങനെ ചരിഞ്ഞിട്ട്, പക്ഷെ നേരത്തെ നല്ല തല പൊക്കി. ഇപ്പൊ ഇച്ചിരി നേരം ആയപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ പൂട്ടാ? ഇങ്ങനെ പൊങ്ങ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വയറ്റ് ഭാഗ്യമുള്ളത് ബിനിലാണ്. കാരണം നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ നമ്മൾ വെറൈറ്റി ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യും. ബിനിൽ പറയുന്ന ഏതൊരു ഫുഡ് ആയിക്കോട്ടെ അത് ഫ്ലോപ്പ് ആയിരിക്കും. ഡ്രിങ്ക്സ് വരെ ഇൻസ്പയർ ചെയ്തൊരു കണ്ടന്റ് വരെ നമ്മൾ ചെയ്തു. കാരണം സത്യം അത് എങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവില്ല. വൈറ്റ് ഭാഗ്യം അടുത്തൂടെ. നിന്നെ ഏത് അമ്പലത്തിൽ കൊണ്ട് ചോറൂണ് ചെലുത്തിയേ? എനിക്കൊന്നും ചോറൂണ് കൊടുത്തില്ല തോന്നുന്നു. ഏതമ്പലത്തിലാണാ? കൊട്ടാരക്കരയാണോ? യവനെ ഏതോ കാവി കൊണ്ടുപോയി പാലും പഴം മാത്രം കൊടുത്തിട്ടുണ്ട്. കല്യാണം പുതു ജോഡികളെ പെട്ടെന്ന് അറിയുന്ന എങ്ങനെ അറിയുമോ? കയ്യില് ചെയിന്, മോതിരം. യവനെ കണ്ട പെട്ടെന്ന് പറയും. കാരണം കയ്യിൽ കഴിച്ചതിനുണ്ട്, മോതിരമുണ്ട്, കാതുത്തി കൊണ്ട് കാത് കുത്തി കണ്ട്. അത് കല്യാണ ചെക്കൻ്റെ ഒക്കെ പൈസ എടു. ഗൈസ് നമ്മള് ബൗളിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കണം ഗൈസ്. ആരും ടീം ആവണ്ട കേട്ടോ. ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇടുന്നതെന്ന് അറിയാം. ഓക്കെ ലെറ്റ്സ് ഗോ. കൈ ഇടണം, എന്നിട്ട് വാരി എറിയണം. ഈ ഡിസ്പ്ലേയുടെ മണ്ടയിലൊന്നും എറിഞ്ഞു കളയല്ലേ. അയ്യേ എടാ നിന്റെ ഒരു ത്രോ പോയി. ഇത് ട്രയലല്ല, ഒരു ത്രോ പോയി. അടിപൊളി ത്രോ പോന്ന. അയ്യോ എനിക്ക് അറിഞ്ഞാവുന്ന ട്രയലാ. കുഴി പോയിരിക്കുന്നു.
കട്ടയ്ക്ക് കൂടെ നിൽക്കും കേട്ടോ. എനിക്ക് 25, മൃദുലക്ക് 29, അൻസിക്ക് 8. അൻസിക്ക് 8. മൃദുലക്ക് 68, എനിക്ക് 57. അവള് സെന്ററാണ് ഇടുന്ന ഫുള്ള്. ഇവളെ വീട്ടിൽ നിന്ന് ഈ വെള്ളക്കം കണ്ട് ചെറിഞ്ഞ് പഠിച്ചിട്ട് വന്നേട്ടോ. ഏടാ അവക്ക് ഇനി 2 ചാൻസ് ഉണ്ടെന്നടാ. നീയൊക്കെ ഓരോ കള്ളക്കളി കളിച്ച് ബോളി തുപ്പലിറക്കി ഒട്ടിച്ച് അവര് പിടിച്ച് ഈ ബോളി തുപ്പലിറക്കി ഓടിച്ചു പൊക്കോളായി. കളി ഇഷ്ടപ്പെട്ടു. അതങ്ങനെ 110 ചാരി എറിഞ്ഞ്. അപ്പൊ നമ്മള് ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നു. മൃദുല കൺഗ്രാറ്റുലേഷൻസ്. മേലാവർത്തി. ബിനിലിന് 48 പോയിന്റ്, 42 പോയിന്റ് അൻസി എടുത്ത പോയിന്റ് ആണ്. അവള് 2 തൊട്ട് എടുത്തെറിഞ്ഞ്. നമ്മള് പടം കണ്ടിറങ്ങി. പൊന്നെ സീരിയസ്ലി സൂപ്പർ പടം. എങ്ങനെയുണ്ടോ മൃദുലേ? എങ്ങനെയുണ്ടാ? ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് പടം ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ചാക്കോച്ചന്റെ ഈ ഇടയ്ക്ക് കണ്ടതില് ഏറ്റവും ബെസ്റ്റ് മൂവി. ശകലം പോലും ബോറടി ഇല്ലാതെ. അല്ലേ മൃദുലേ? ഫൈറ്റ് കൊറിയോ അടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ, ചെത്തടിയാണ്. ഇല്ല വലിച്ചെടിയൊന്നുമില്ല. തൊട്ടിയൊക്കെ എടുത്ത് തലമണ്ടൊക്കെ അറിയുന്ന. പക്ഷെ നമ്മൾ വില്ലനെ ചില മൂവിയിൽ വില്ലന്മാരെ അത്രയും ചെയ്താൽ പോരെന്ന് നമുക്ക് തോന്നും. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല, അറിഞ്ഞ് പിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയാണ്. അടിപൊളി പടം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ പടം നമ്മൾ വീഡിയോ ഇടുമ്പം ഈ പടമൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി കാണും. ബട്ട് പൊളി മൂവി, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. അവർക്ക് വിരുന്നുണ്ട്. 1 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 1 മാസമായി. വിരുന്നോട് വിരുന്നിന്റെ ഐസപ്പം വില്ല് ഉടനെ പോകും കേട്ടോ. അളിയ ഹാപ്പി ജേണി ആൻഡ് ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. ടാറ്റ. നിങ്ങള് പോവാ, ഇനി ആര് നിന്നെ കൊതിപ്പിക്കും ഫുഡ് കഴിച്ച്? ഭയങ്കര ഇഷ്ടം. വേറെ എവിടെ കസേര ആ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടാ അവൻ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. ഇപ്പൊ മറ്റേ ഇങ്ങനെ എടുത്താലും കരയും, ഇങ്ങനെ എടുത്താലും കരയും, ഇരുന്നാലും കരയും. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ എടുക്കും. നമുക്കിതെല്ലാം സാധനമാണ് നെഞ്ചത്ത് കെട്ടണം. അത് ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ ഒരാൾ നടക്കണം. ഞാൻ ടൂറിസ്റ്റ് ഗൈഡാ. എന്റെ വണ്ടിയാ. ഇത് റീലുള്ള പോലെ അവന് സ്വന്തമായിട്ട് വീട്, കാറ്, 2 നോക്കാൻ ജോലിക്കാര്. അവൻ രാജാവ്, അവൻ ബോസ്. അവന് വണ്ടി, ഞാൻ അവന്റെ വണ്ടിയുടെ ഡ്രൈവറാ. ഇങ്ങനെ ഓടിച്ചോണ്ട് വരണം. ഒരിടത്ത് ഇങ്ങനെ കുറച്ചേരം കുറ്റിയടിച്ച് നിന്ന. അയ്യോ ഇപ്പൊ കുഴപ്പമില്ല. ഇച്ചിരി ആയി കഴിയുമ്പോ ഇങ്ങനെ ചൂണ്ടും. അവിടെ ഇവിടെ ഇവിടെ ചൂണ്ടും. നാളെ കാണാം. നമുക്ക് എല്ലായിടത്തും ചാറ്റ പറ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള കണ്ടിന്യൂ